ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പപ്പായ ട്രീയിൽ നിന്ന് നമുക്ക് കുറേ പപ്പായസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വലിയ ഒരു ട്രീ തന്നെ ആയിട്ടുണ്ട്. അത് ഇനി വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അത് അങ്ങ് കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇത് കുറേ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇന്ന് കിളി കൊത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ബാക്കിയുള്ള എല്ലാം പിച്ചിട്ടുണ്ട്. പഴുത്തതൊക്കെ ഞങ്ങൾ പിച്ചിയതൊക്കെ എടുത്ത് ഞാൻ ഒരിടത്തേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതെല്ലാം എടുത്ത് ഒരിടത്തേക്ക് മാറ്റി വെക്കുകയാണ് ഫ്രണ്ട്സ്. അതെല്ലാം എടുത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് വെക്കുന്നുണ്ട്. ഞാൻ വെക്കുമ്പോൾ ഉരുണ്ട് പോകുന്നുണ്ട്. ഞാൻ അതെങ്ങനെയെങ്കിലുമൊക്കെ അത് പറക്കി അവിടെ വെച്ചു. കുറേ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വല്ലിച്ചിക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഞാൻ പറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അമ്മ അവിടെ തൂക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ അവിടെ നിന്നിരുന്ന വണ്ടക്കയൊക്കെ എടുത്തുകൊണ്ട് വെച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അമ്മ അവിടെ തൂത്തിട്ടു. ഇനി അമ്മ പിച്ച കുറച്ച് പയറും വെണ്ടയ്ക്കയും എല്ലാം എടുത്ത് അവിടെ കൊണ്ട് വെച്ചു. പിന്നെ നമ്മൾ അപ്പോൾ പിച്ച കപ്പായയും ഞാൻ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സൈഡിലും അമ്മ തൂത്തിട്ടു. ഇനി അടുത്ത ഫ്രണ്ടിലോട്ടാണ് അമ്മ തൂക്കാൻ പോയേക്കുന്നത്. കൂടെ പോയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീട്. ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ മീൻ കുളം കാണിച്ചു തരാം. ഇതിനകത്ത് കുറേ മീൻ കിടപ്പുണ്ട്. മീൻ വേണ്ടവർ പറഞ്ഞാൽ ഞാൻ തരുന്നതാണ്. കണ്ടില്ലേ, കുറേ മീനുണ്ട്. ഈ ഒരു ഇത് നിറയെ മീനാണ്. പിന്നെ ഞാൻ ഇതാണ് അപ്പം നമ്മുടെ മീൻ കുളം. കണ്ടില്ലേ, കുറേ നിറച്ച് മീൻ കിടപ്പുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ തരാം. ഇനി ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഒരു ദിവസം നട്ട ചെടി ഉണ്ടായിരുന്നു. നമുക്ക് ഈ ചെടിയുടെ അടുത്തോട്ട് പോവാവേ. ഇനി കണ്ടില്ലേ, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ലെങ്കിലും ഇതൊരു ചെടിയാണെന്നറിയാം. അങ്ങനെ പിന്നെ കുറേ ചെടിയുണ്ട്. പിന്നെ അമ്മ വിളക്കൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കാറ്റസിൻ്റെ അടുത്ത് പോയി. ഇതാണ് ഞങ്ങളുടെ കാറ്റസ്. പിന്നെ ഇത് ഞാൻ വീഡിയോ കണ്ട് ചെയ്തതാണ്. നമ്മുടെ കറ്റാവഴയ്ക്കകത്ത് റോസയുടെ തണ്ട് നട്ടിട്ട് ഇങ്ങനെ കുറിച്ച് വെക്കും. അപ്പോൾ കിളിക്കെന്നാണ് പറയുന്നത്. നോക്കാം. ഇതാണ് ഞങ്ങളുടെ വാർപ്പിൻ്റെ മണ്ടയിൽ നിൽക്കുന്ന കാറ്റസ്. പൂവിട്ട് നിൽക്കുകയാണ്. പിന്നെ ഞാൻ റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ കണ്ട ഒരു റോസാ ചെടിയാണ്. 5-6 റോസാപ്പൂ പൂവിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. 3 എണ്ണം കൂട്ടത്തോടൊക്കെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ ഇപ്പുറത്തുണ്ടായിരുന്നത് ചെടിയാണ്. ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല. പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞങ്ങളുടെ മാവിനകത്ത് പൂവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.